സാധാരണയായിട്ട് പറയും ഡോണ്ട് ഫിയർ ഗോഡ്, ഫിയർ കർമ്മ എന്ന് പറയും. ഇതൊരു ചൊല്ലാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള അടിസ്ഥാനം എന്താണ്? ഗോഡ് ഫോർഗിവ്സ് കർമ്മ ഡിസിൻറ്റ്. ഇത് നമുക്ക് എങ്ങനെയാ, എന്താണ് ഈ ദൈവവും ദൈവികത എന്ന് പറയുന്നതും പ്രാപഞ്ചിക നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഗോഡ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയാത്തത് കൊണ്ട് നമുക്കതിനെ നമ്മുടെ നാട്ടിലുള്ള ചില നിയമങ്ങൾ വെച്ച്, ഇപ്പൊ ഒരു മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അവരെല്ലാം ഒരു പ്രത്യേക നിയമങ്ങൾക്കനുസരിച്ച് രാഷ്ട്രത്തിന്റെ ഭരണഘടന അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ചിലപ്പം ആരെങ്കിലും ചില നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് അറിവില്ലായ്മ കൊണ്ടോ മറ്റോ തെറ്റ് വന്നു പോയാൽ ചിലപ്പോ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒക്കെ ചിലപ്പോ അവരോട് ചിലപ്പോ ഒരു സിമ്പതി തോന്നിയേക്കാം. പക്ഷെ നിയമം ഒരിക്കലും അത് അനുവദിക്കില്ല. നിയമത്തിന്റെ രീതിയിൽ പ്രവർത്തിക്കും. അപ്പം മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ആ നിയമത്തെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരവിടുന്ന് മാറാൻ രക്ഷപ്പെടും. അവരവിടെ നിസ്സഹായരാണ് നിയമത്തിന്റെ മുമ്പിൽ. അതേപോലെ അപ്പൊ നമ്മള് ദൈവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ നിയമങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ അതിന് കർമ്മ നിയമങ്ങൾ ഇടപെടാൻ പറ്റില്ല. കാരണം ഒരു കളി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, കളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കളി ഉണ്ടാക്കിയ ആൾക്ക് അവരുടെ നിയമങ്ങളിൽ എന്ത് ചെയ്യാൻ ഇടപെടാൻ പറ്റില്ല. കളി ചിലപ്പോൾ അദ്ദേഹമായിരിക്കും ആ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, പക്ഷെ കളി നടക്കുന്ന സമയത്ത് ആ നിയമത്തിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. അത്ര വ്യക്തമായിട്ട് അത് പറയാൻ പറ്റുള്ളൂ. കാരണം ഗോഡ്ലിനെസ് എന്ന് പറയുന്ന അവസ്ഥയെ പറ്റിയിട്ട് നമുക്ക് ആർക്കും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട്, എന്നാൽ കർമ്മ നിയമങ്ങളെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ദൈവികതയ്ക്ക് ഈ കർമ്മ നിയമങ്ങളിൽ ഇൻഫ്ലുവൻസിൽ ഉണ്ട്. അതേപറ്റി നമ്മൾ പിന്നീട് പഠിക്കും. ഇത് വേറെയാണോ? ദൈവികതയും കർമ്മ നിയമങ്ങളും വേറെയാണോ? ഇത് വേറെയല്ല, എന്നാൽ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നതാണ്. അപ്പൊ അതേ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഐ ക്യാൻ സീ യു കർമ്മ, ഓപ്പൺ യുവർ ഐസ് ടു സീ ഇറ്റ്. അങ്ങനെ കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സ്പിരിച്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റുക? ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്ഥിരമായിട്ട് എഴുതി വെച്ചിട്ട് കാണാം, നിങ്ങളെല്ലാവരും CCTVയുടെ നിരീക്ഷണത്തിലാണ്. ചിലയിടത്തിൽ കുറച്ചുകൂടി ഭംഗിയാക്കി പറയൂ, സ്മൈൽ പ്ലീസ്, നിങ്ങൾ CCTVയുടെ നിരീക്ഷണത്തിലാണ്, അല്ലെ? അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ CCTV ഉണ്ടെന്നറിഞ്ഞാൽ പിന്നീട് നമ്മൾ അവിടെ എന്താണോ നിയമം അതനുസരിച്ച് നമ്മൾ അവിടെ ബിഹേവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറ്റു പല രീതിയിലും ബിഹേവ് ചെയ്തേക്കാം. ഇനി അവിടുത്തെ നിയമത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ അവിടെ ബിഹേവ് ചെയ്താലോ, ATM പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് നമ്മൾ അവിടെ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പിടിക്കപ്പെടും. അതേപോലെ ഈ കർമ്മ എന്ന് പറയുന്ന നിയമത്തിന്റെ കണ്ണുകൾ, പ്രാപഞ്ചിക നിയമം നമ്മളെ കാണുന്നുണ്ട്. അത് കാണാനുള്ള നമ്മുടെ കണ്ണ് തുറക്കുന്നതിനാണ് നമ്മൾ സ്പിരിച്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ട്. എന്താ പറയുക, IQ, ഇന്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് പറയും, ഇമോഷണൽ ക്വോഷ്യന്റ് എന്ന് പറയും, സ്പിരിച്വൽ ക്വോഷ്യന്റ് എന്ന് പറയും. അത് എന്താണെന്ന് നമ്മൾ പഠിക്കും. സ്പിരിച്വൽ ക്വോഷ്യന്റ് എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക നിയമങ്ങളെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ഇന്നർ ഐയുടെ കഴിവിനെയാണ് നമ്മൾ സ്പിരിച്വൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ക്വോഷ്യന്റ് എന്ന് പറയുന്നത്. നമുക്ക് കർമാലോ പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന എന്തൊക്കെയാണ്, കർമാലോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ
നമ്മൾ ഈ ക്ലാസ്സോടെ ലക്ഷ്യമാക്കുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന റിസൾട്ട്, ബെനിഫിറ്റ്, ഏതൊരു സ്റ്റേറ്റിലേക്കാണ് നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് ഒന്ന് നമുക്ക് നോക്കാം. അത് പറയുന്നതിന് മുമ്പേ നമ്മൾ ബേസിക് ആയിട്ട് പ്രാചീന യോഗ ശാസ്ത്രത്തിൽ പറയുന്ന പഞ്ചക്ലേശങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പഞ്ചക്ലേശങ്ങൾ, അതായത് 5 ദുരിതങ്ങൾ എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ മൊത്തം മിസറിക്കുള്ള കാരണമായിട്ട് 5 ദുരിതങ്ങളെ പറ്റി പറയുന്നത്. അതേപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അതൊന്ന് നോക്കാം നമുക്ക്. എന്താണ് പഞ്ചക്ലേശങ്ങൾ? അതിൽ ഒന്നാമത് പറയുന്നത് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ജ്ഞാനം ഇല്ലാതിരിക്കുക എന്നർത്ഥം. സ്പിരിച്വൽ കോഷ്യന്റ് ഇല്ലാതിരിക്കുക, പ്രാപഞ്ചിക നിയമങ്ങളെ പറ്റിയുള്ള അജ്ഞത, നമ്മളെ പറ്റിയുള്ള അജ്ഞത, നമ്മുടെ മനസ്സിനെ പറ്റിയുള്ള അജ്ഞത, നമ്മുടെ സോളിനെ പറ്റിയുള്ള അജ്ഞത, പ്രപഞ്ച നിയമങ്ങളെ പറ്റിയുള്ള അജ്ഞത. ഇതിനാണ് അവിദ്യ എന്നാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അവിദ്യ, അറിവിൽ, ഇഗ്നറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന 4 പ്രശ്നങ്ങൾ, അതിൽ ഒന്നാമത്തേത് അഹങ്കാരമാണ്. അഹങ്കാരം അജ്ഞതയുടെ ഭാഗമായിട്ട്, അതായത് ഞാൻ എന്ന ഭാവം. ഞാൻ എന്ന ഭാവം മാത്രമല്ല, ഞാൻ വേറിട്ടവനാണ്, ഞാൻ പ്രത്യേകമായൊരു അവസ്ഥയുള്ള ആളാണ്, എനിക്ക് എനിക്ക് മാത്രമായിട്ട് ഒരു നിലനിൽപ്പുണ്ട്, നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് എന്നെല്ലാമുള്ള നമ്മളെ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടുകൊണ്ട് നമ്മുടെ ഈഗോ എന്ന് പറയുന്ന, അതിനെ നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓഷോ പറഞ്ഞത്, ദർ ഈസ് വൺ ഒബ്സ്റ്റക്കിൾ ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്, ദാറ്റ് ഈസ് യുവർ ഈഗോ എന്ന് പറയുന്നത്. ആ ഈഗോനെ പറ്റിയെല്ലാം നമ്മൾ അവസാനം പഠിക്കും. എന്തൊക്കെയാണ് ഈഗോ, എത്ര ഈഗോ ഉണ്ട് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കും. അപ്പം അവിദ്യയുടെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഹങ്കാരം എന്ന് പറയുന്ന കാര്യം. അഹങ്കാരം ഉള്ളിടത്തിൽ മിസറി ഉണ്ടാവും, ബ്ലിസ് ഉണ്ടാവില്ല. എത്ര തരം അഹങ്കാരമുണ്ട് എന്നെല്ലാം നമ്മൾ പഠിക്കും. രണ്ടാമത്തെ കാര്യം വിരക്തി എന്ന് പറയും. വിരക്തി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വിരക്തി അല്ല. ഇവിടെ വിരക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും ചില കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യേണ്ടത്, അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുക. ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് വളർച്ച ഉണ്ടാവും, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അതിൽ നിന്നെല്ലാം നമ്മൾ പല കാരണം പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. ആ കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഭയമായിരിക്കും. ഭയമാണ് അതിൻ്റെ അടിസ്ഥാനം. ഭയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ശരിയായിട്ട് വളരേണ്ട ലൈഫ് എക്സ്പീരിയൻസ് മാറി നിൽക്കുക, ലൈഫ് എക്സ്പീരിയൻസ് വിഡ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെ സംഭവിച്ച കുറെ ആളുകളുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആത്മശക്തി പ്രക്രിയയിലെല്ലാം ഈ ഒരു തെറാപ്പിയിൽ നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് വന്നുള്ള ഇമോഷണൽ ട്രോമ, ഫിയർ, അതിന്റെ ആ സന്ദർഭത്തിൽ പോയിട്ട് നമ്മൾ ഹീൽ ചെയ്യും. ഓരോ സന്ദർഭത്തിൽ ഇപ്പോൾ 8 വയസ്സാകുന്ന ഒരു കുട്ടിക്ക് ഒരു ഫിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ആഴത്തിൽ ആ കുട്ടിയിൽ ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആ കുട്ടി 30 വയസ്സായാലും 25 വയസ്സായാലും 40 വയസ്സായാലും പലപ്പോഴും ജീവിതത്തോട് 8 വയസ്സുള്ള കുട്ടിയുടെ പ്രതികരണമായിട്ടുണ്ടാകും. പലതിൽ നിന്നും മാറി നിൽക്കും, ഒഴിഞ്ഞു നിൽക്കും. ചിലതിലേക്ക് പോകുമ്പോഴേക്കും ഒരു ഫിയർ വരും. സ്റ്റേജിൽ കയറി സംസാരിക്കാൻ ഫിയർ വരും, ആളുകളോട് ഇടപഴകാൻ ഫിയർ വരും, ചില നാട് വിട്ടുപോകാൻ ഫിയർ വരും, വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അച്ഛനെ വിട്ടു നിൽക്കാൻ, അമ്മയെ വിട്ടു നിൽക്കാൻ, ഹസ്ബൻഡിനെ വിട്ടു നിൽക്കാൻ, ഭാര്യയെ വിട്ടു നിൽക്കാൻ, കുട്ടികളെ വിട്ടു നിൽക്കാനുള്ള മടി, യാത്ര ചെയ്യാനുള്ള മടി. അപ്പോൾ അതിന്റെ അടിസ്ഥാനം ഫിയർ ആണ്. അതിന് പറയും വിരക്തി എന്ന് പറയും. വിരക്തി എന്ന് പറയുന്നത് മറ്റൊരു ആത്മീയമായുള്ള ഒരു വിരക്തിയല്ല, മോക്ഷത്തിന് മുമ്പുള്ള മുക്തി എന്ന് പറയുന്ന വിരക്തിയല്ല ഇത് ഫിയറിന്റെ ഭാഗമായിട്ട് നമ്മൾ വിഡ്രോവൽ സിംറ്റമാണ്. അടുത്തത് ആസക്തിയാണ്. ഈ ആസക്തി എന്ന പ്ലഷർ സീക്കിംഗ് ആണ്. എന്താണ് ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലഷർ സീക്കിംഗ്.
ഒരു കാര്യത്തിൽ സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവാനുള്ള ആഗ്രഹത്തിനെയാണ് പുതിയ പ്രഷർസ് തേടുന്നതൊക്കെ. പക്ഷെ ഒന്ന് തന്നെ ഇങ്ങനെ കൂടുതൽ ആസക്തിയായിട്ട് പോകും. ആ ഒരു വിഷയവുമായിട്ട് അധികമായിട്ട് അറ്റാച്ച്മെന്റ് ആയി പോകുന്ന ഒരവസ്ഥ, അതിന് അഡിക്റ്റ് ആവുക എന്ന് പറയും. ഒന്നാമത്തെ വിരക്തിയിൽ ഫിയർ ആണ് അടിസ്ഥാനമെങ്കിൽ ഇവിടെ നമുക്ക് പ്രഷർ സീക്കിംഗ് ആണ്, സുഖം തേടിയുള്ള യാത്ര. അപ്പൊ അവിടെ അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്നൊക്കെ നമ്മൾ കർമ്മ ലോസ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും.